ഡൂൺ ആൻഡ് ജെന്നിഫർ ഗിബൺസ് എന്ന ഇരട്ട സഹോദരിമാർ 1963 വെയിൽസിൽ ജനിച്ചു. അവർ പെൺകുട്ടികളായിരുന്നു. കാണുമ്പോൾ ഒരേപോലെയാണെങ്കിൽ അവരുടെ മനസ്സുകൾ തമ്മിൽ വ്യത്യസ്തമായിരുന്നു. വളരെയധികം ചെറുപ്പത്തിലെ അവർ എല്ലാവരിൽ നിന്നും മാറി നിന്നു. അവർക്ക് അവരുടേതായ സ്വകാര്യ ഭാഷ ഉപയോഗിച്ച് മാത്രമേ അവർ തമ്മിൽ സംസാരിച്ചു. പിതാവും മാതാവും ഉൾപ്പെടെ ആരുമായി അവർ നോർമലായി സംസാരിച്ചു. ലോകം അവരുടെ കൂടെ ആഴത്തിൽ കയറാൻ കഴിയാതെ കാത്തിരിക്കുന്നു. അവർ എഴുതിയ കഥകൾ ഹിംസാദ്രവും മനഃശാസ്ത്രപരവുമായിരുന്നു. പതിയെ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. തീ കൊളുത്തൽ, നശീകരണം, കടത്ത്. ഒടുവിൽ അവർ ബ്രോഡ്മൂർ എന്ന ആശുപത്രിയിലേക്ക് എത്തിപ്പെട്ടു. ഒരു ഉയർന്ന സുരക്ഷയുള്ള മാനസികാരോഗ്യ കേന്ദ്രമായിരുന്നു അത്. അതിക്രൂരമായ കുറ്റവാളികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അവിടെ എല്ലാവർക്കും ഇവർ ഒരു ആശ്ചര്യമായിരുന്നു. അവർ ഒരേപോലെ നടക്കാനും ഭക്ഷണം കഴിക്കാനും ഒരേ സമയത്ത് അവർക്ക് അസുഖവും വന്നിരുന്നു. ഒടുവിൽ അവർ തമ്മിൽ ഒരു ദാരുണ തീരുമാനത്തിലെത്തി. നമ്മിൽ ഒരാൾ മരിക്കണം, അതുവഴിയെ മറ്റൊരാൾ ജീവിക്കാൻ കഴിയും. 1993 അവർ ബ്രോഡ്മൂർ വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റപ്പെട്ടു. ജെന്നിഫർ അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവൾ മരിച്ചു. മരണം ഒരു ഹൃദ്രോഗം മൂലമെന്ന് രേഖപ്പെടുത്തിയെങ്കിലും ചികിത്സകരെ പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു കാരണവും ഒരു ശാരീരിക അസ്വസ്ഥതയും അവൾക്ക് കണ്ടെത്താനായില്ല. ജെന്നിഫറിന്റെ മരണത്തിന് പിന്നാലെ ജൂൺ ആദ്യമായി പരസ്പരമായ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി. അവർ സാധാരണ ജീവിതമാണ് പിന്നെ നയിച്ചത്. ജെന്നിഫറിന്റെ മരണത്തിന്റെ രഹസ്യവും അവർക്കിടയിലെ അശക്തമായ മാനസിക ബന്ധവും ഇന്നും ലോകത്തെ പലരെയും നടുക്കും.